ഹലോ, നമ്മൾ MOT ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഹൈഡ്രജൻ മോളിക്യൂളിന്റെ എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മോളിക്യൂളിലോട്ട് പോകാം. അടുത്തത് വരുന്നത് B2 മോളിക്യൂൾ ആണ്. സോ ബോറോണിന്റെ B2. അപ്പോൾ ബോറോൺ ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇലക്ട്രോൺ ഉള്ള ഒരു ആറ്റം ആണ്. അറ്റോമിക് നമ്പർ 5 ആണ് വരുന്നത്. സോ B2 എന്ന് പറയുമ്പോൾ ടോട്ടൽ 10 ഇലക്ട്രോൺസ് ഉണ്ടാവും. നമ്മൾ ഒരു ബോറോണിൽ നിന്ന് 5, 2 ബോറോൺ ആകുമ്പോൾ നമുക്ക് 10 ഇലക്ട്രോൺ ടോട്ടൽ ഉണ്ടാകും. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. മോളിക്കുലർ ഓർബിറ്റലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. സോ സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px, പൈ 2p, അതായത് നമുക്ക് 14 ഇലക്ട്രോണിന് താഴെയുള്ള ഒരു സ്പീഷീസ് ആണല്ലോ. അങ്ങനെ വരുമ്പോൾ പൈ ആദ്യം വരും, അല്ലായിരുന്നുണ്ടെങ്കിൽ സിഗ്മ 2pz ആണ് ആദ്യം വരിക. സോ പൈ ആണ് ആദ്യം വരുന്നത്. പൈ 2px, പൈ 2py. ഇത് രണ്ടും സെയിം എനർജി ലെവൽ ആയിരുന്നു, അതായത് ഡീജനറേറ്റ് എനർജി സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് ആദ്യം ഇവിടെ സിംഗ്ലി ഒക്യുപ്പൈ ചെയ്യും, അതിനുശേഷം മാത്രമേ പെയറിങ് നടത്തുകയുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇതുവരെ ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് 8 ഇലക്ട്രോൺസ് ഫില്ലായി. ബാക്കി 2 ഇലക്ട്രോൺ ഉണ്ട്. അതിലൊന്ന് 2px-ലും രണ്ടാമത്തത് 2py-ലും ഫില്ലാകും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇതിന്റെ കോൺഫിഗറേഷൻ വരുന്നത്. കോൺഫിഗറേഷൻ എഴുതിയതിനു ശേഷം നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ കഴിയും. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ NB - NA ഡിവൈഡ് ബൈ 2. ഓക്കെ, അപ്പോൾ NB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ ഇല്ലാത്ത ഓർബിറ്റലുകളിലുള്ള ടോട്ടൽ ഇലക്ട്രോൺസ് 2, 4, 6. സോ 6 മൈനസ് സ്റ്റാർ ഉള്ളത് 1, 2, 4. സോ 6 - 4 ബൈ 2. അപ്പോൾ 1 എന്ന് കിട്ടി. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയതുകൊണ്ട് തന്നെ ബോണ്ട് ഓർഡർ പോസിറ്റീവ് ആയതുകൊണ്ട് മോളിക്യൂൾ സ്റ്റേബിൾ ആണെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നത്. പെയർഡ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരണം. 1 വന്നു കഴിഞ്ഞാൽ അൺപെയർഡ് ആണ് നമ്മുടെ അർത്ഥം. ഓക്കെ, സോ നമുക്ക് അൺപെയർഡ് ആയിട്ട് ഇലക്ട്രോൺസ് ഇവിടെ നിൽക്കുന്നത് കാരണം ഇവിടെ B2 എന്ന സ്പീഷീസ് പാരാമാഗ്നറ്റിക് നേച്ചറുള്ള ആളാണ്. സോ B2 മോളിക്യൂൾസ് വേപ്പർ ഫേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നോൺ ആണ്. ഓക്കെ, അതിന് ഇതിന്റെ MO ഡയഗ്രാം വരക്കണം. MO ഡയഗ്രാം വരക്കാൻ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഒരു ആറ്റോ, മറ്റേ സൈഡിൽ വേറൊരു ആറ്റോ എടുക്കുക. സെന്ററിൽ നമ്മൾ മോളിക്യൂളിനെയും റെപ്രസെന്റ് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ MO ഡയഗ്രാം വരയ്ക്കുക. ഓക്കെ, സോ ബോറോൺ ആറ്റോ ആണിത്. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1s2, 2s2, 2p1. ഇത് അടുത്ത ബോറോൺ 1s2, 2s2, 2p1. ഇതിൽ കമ്പയറബിൾ എനർജീസ് ഉള്ള ആൾക്കാർ കമ്പൈൻ ചെയ്ത് ഒരു ലോവർ എനർജി സ്റ്റേറ്റിലുള്ള ഓർബിറ്റിലും ഒരു ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ഓർബിറ്റിലും തരും. ഇത് ബോണ്ടിങ്, ഇത് ആന്റി ബോണ്ടിങ്. ഓക്കെ, അപ്പോൾ ഈ 2 ഇലക്ട്രോൺ, ഈ 2 ഇലക്ട്രോണും കൂടി ഇതിൽ ഫില്ലാകും. മൊത്തം 4 ഇലക്ട്രോൺ ഫില്ലാകും. സോ അങ്ങനെയാണ് നമുക്ക് നടുവിലുള്ളത് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച്. ഓക്കെ, സോ സിഗ്മ 1s-ൽ 2 സിഗ്മ സ്റ്റാർ 1s-ൽ 2 സിഗ്മ 2s-ൽ 2 സിഗ്മ സ്റ്റാർ 2s-ൽ 2 അത് കഴിഞ്ഞിട്ട് പൈ 2px-ൽ 1, പൈ 2py-ൽ 1. ഈ ഒരു രീതിയിലാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത്. ഇവിടെ അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നത് കാരണമാണ് ഇത് പാരാമാഗ്നറ്റിക് സ്പീഷീസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത മോളിക്യൂൾ C2 ആണ്. കാർബൺ ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p2, അതായത് 6 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. മൊത്തം C2 ആകുമ്പോൾ മൊത്തം നമുക്ക് 12 ഇലക്ട്രോൺസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, അതിന്റെ കോൺഫിഗറേഷൻ എഴുതാം. സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, പൈ 2px2 ഈക്വൽ ടു പൈ 2py2. ഓക്കെ, ഇവിടെ എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ C2 മോളിക്യൂൾ ഡയാമാഗ്നറ്റിക് നേച്ചറുള്ള ആളാണ്. പിന്നെ നമുക്ക് വേണ്ടത് അതിന്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണം. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കണം NB - NA ഡിവൈഡ് ബൈ 2. ഇവിടെ NB എന്ന് പറയുമ്പോൾ സ്റ്റാർ ഇല്ലാത്തതിലുള്ള മൊത്തം ഇലക്ട്രോൺസ് ആണ്. സോ 2, 4, 6, 8. 8 മൈനസ് 2, 4, 4. സോ നമുക്ക് 2 എന്ന് കിട്ടും. അതായത് C2 മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ മോളിക്യൂൾ വളരെ സ്റ്റേബിളും ആണ്. ഓക്കെ, ഇനി അതിന്റെ MO ഡയഗ്രാം വരയ്ക്കുക. ഈ ഒരു രീതിയിലാണ്. നേരത്തെ അതേ ഓർഡർ തന്നെ. അതിൽ പൈ 2px ഈക്വൽ ടു പൈ 2py. അതിൽ രണ്ടെണ്ണത്തിനും പെയർഡ് ആയിട്ട് 2 ഇലക്ട്രോൺസ് കിട്ടുന്നുണ്ട്. ഒരു സൈഡിൽ കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മറ്റേ സൈഡിൽ അടുത്ത കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സെന്ററിൽ മോളിക്യൂളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇത് വരക്കാൻ പഠിക്കണേ. അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആണ്. മൊത്തം ഇലക്ട്രോൺസിന്റെ എണ്ണം നോക്കുക. എണ്ണം നോക്കിയതിനു ശേഷം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക. പെയർഡ് ആയിട്ടാണോ അൺപെയർഡ് ആയിട്ടാണോ നോക്കിയിട്ട് അതിന്റെ മാഗ്നറ്റിക് നേച്ചർ പറയാം. അത് കഴിഞ്ഞിട്ട് MO ഡയഗ്രാം വരയ്ക്കുക. സിമ്പിൾ ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് O2 മോളിക്യൂൾ. O2 മോളിക്യൂളിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനിൽ ടോട്ടൽ നമുക്ക് 16 ഇലക്ട്രോൺ ഉണ്ട്. 16 ഇലക്ട്രോൺ വരുമ്പോൾ കോൺഫിഗറേഷനിൽ
സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ ts2 കഴിഞ്ഞതിന് ശേഷം സിഗ്മ 2p z ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പൈ ടു പി എക്സ് ഇക്വൽ ടു പൈ ടു പി വൈ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് പൈ സ്റ്റാർ ടു പി എക്സ് ഇക്വൽ ടു പൈ സ്റ്റാർ ടു പി വൈ. അപ്പോ നമ്മൾ വി ബി ടിയുടെ ഒരു ഡിമെറിറ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് വി ബി ടിക്ക് ഓക്സിജൻ മോളിക്യൂളിന്റെ പാരാമാഗ്നറ്റിക് നേച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നാണ്. സോ ഇവിടെ നോക്കൂ, ഓക്സിജനിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുക്കുമ്പോൾ പൈ സ്റ്റാർ ടു പി എക്സ് പൈ സ്റ്റാർ ടു പി വൈയിലും എന്തുണ്ട്, ഇലക്ട്രോൺസ് അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അൺപെയർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അൺപെയർഡ് ആയിട്ട് നിൽക്കുന്ന കാരണത്താൽ ഇതെന്തായിരിക്കും, പാരാമാഗ്നറ്റിക് ആണ്. ഇതിൽ നിന്നും ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, 10-6/2, അതായത് ട്രൂ എന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബോണ്ട് ഓർഡർ കിട്ടും. പോസിറ്റീവ് ആയിട്ടുള്ള ബോണ്ട് ഓർഡർ ആണ് എന്നുള്ളത് ഈ മോളിക്യൂൾ സ്റ്റേബിൾ ആണ്. ഇനി എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് എനർജി ലെവൽ ഡയഗ്രാം വരുന്നത്. സോ ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രം ഒരു ഓർഡറിൽ മാറ്റം വരുന്നു. നേരത്തെ ഈ സാധനം അടിയിലും ഈ പൈ ടു പി എക്സ് ഇക്വൽ ടു പൈ ടു പി വൈ ഇത് അടിയിലും സിഗ്മ ടു പി സെഡ് മുകളിലുമായിരുന്നു. ഇപ്പോൾ അവിടെ ആ ഓർഡറിൽ ഒരു ചെറിയ മാറ്റം, ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി ഹോമോ ലൂമോ എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നല്ലോ, അത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഹോമോ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. സോ ഇതിലാണ് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റൽ. ഈ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്തിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഓർബിറ്റൽ. സോ ഇതാണ് നമ്മുടെ ഹോമോ. ഇതിലാണ് അൺഒക്യുപ്പൈഡ് ആയിട്ട് കിടക്കുന്ന ലോവസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഓർബിറ്റൽ. സോ ഇതാണ് നമ്മുടെ ലൂമോ. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഹെറ്ററോ ന്യൂക്ലിയർ അറ്റോമിക് ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ കോൺഫിഗറേഷൻ നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം നോക്കാൻ പോകുന്നത് CO, കാർബൺ മോണോക്സൈഡിന്റെ കോൺഫിഗറേഷൻ ആണ്. സോ കാർബൺ എന്ന് പറയുമ്പോൾ 1s2 2s2 2p2. ഓക്സിജൻ ആണ് പിന്നെ വരുന്നത്, അത് 1s2 2s2 2p4 വരും. സോ കാർബണിൽ 6 ഇലക്ട്രോണും ഓക്സിജനിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. സോ നമുക്ക് ടോട്ടൽ 14 ഇലക്ട്രോൺ ആണ് കിട്ടുന്നത്. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് ഈ ഒരു ഓർഡറിലാണ്. സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 പൈ ടു പി എക്സ്2 ഇക്വൽ ടു പൈ ടു പി വൈ2 സിഗ്മ ടു പി ഇസഡ്2. ഓക്കെ, അപ്പൊ നേരത്തെ പോലെ തന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ കഴിയും. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ ഇവിടെ എത്ര ബോണ്ട് ഓർഡർ വരിക, 2 4 6 8 10. അപ്പൊ 10 മൈനസ് 4/2, അതായത് 3 ആണ് ഇവിടെ ബോണ്ട് ഓർഡർ വരുന്നത്. ഓക്കെ, ഇനി എല്ലാവരും പെയർഡ് ആയിട്ടാണ് നിൽക്കുന്നുള്ളതുകൊണ്ട് കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയാമാഗ്നറ്റിക് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെറ്ററോ ന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾ ആകുമ്പോൾ കമ്പയറബിൾ എനർജീസ് ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നതന്നെ പറയാൻ കഴിയുള്ളൂ. ഇവിടെ സെയിം എനർജി അല്ല വരുന്നത്, കണ്ടില്ലേ. അപ്പോൾ കാർബണിന്റെ അറ്റോമിക് എനർജി ലെവൽസിനെക്കാളും കുറച്ച് താഴെയായിട്ടാണ് ഓക്സിജന്റെ എനർജി ലെവൽസ് കിടക്കുന്നത്. ഓക്കെ, സോ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലോട്ട് കൂടുതൽ ഇലക്ട്രോൺസ് പോവുക ഓക്സിജനിൽ നിന്നും, ആന്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസിലോട്ടുള്ള ഇലക്ട്രോൺസ് കൂടുതൽ വരുന്നത് കാർബണിൽ നിന്നും ആയിരിക്കും. ഓക്കെ, സോ നേരത്തെ പോലത്തെ ഒരു സിമെട്രിക്കൽ ആയിട്ടല്ല ഇത് കിടക്കുന്നത്. നേരത്തെ നമുക്ക് ഇങ്ങനെ ഒരു ഒറ്റ സിംഗിൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ രണ്ട് ആറ്റവും അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലെയാണ് കിടന്നിരുന്നത്. ഇവിടെ ഓക്സിജന്റെ എനർജി ലെവൽസ് കുറച്ച് താഴ്ന്നിട്ടും കാർബണിന്റെ എനർജി ലെവൽസ് കുറച്ച് ഉയർന്നിട്ടുമാണ് നിൽക്കുന്നത്. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ഇതെല്ലാം വരക്കാൻ പഠിക്കണേ. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ടേബിളിൽ ഒരുപാട് ആറ്റംസ്, ഒരുപാട് മോളിക്യൂൾസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും ബോണ്ട് ഓർഡറും സ്റ്റെബിലിറ്റി മാഗ്നറ്റിക് ബിഹേവിയർ ഇത് കൊടുത്തിട്ടുണ്ട്. സോ ഈ ടേബിൾ മുഴുവൻ എടുത്തു നോക്കാം, മോളിക്യൂൾ എടുക്കുക, എന്നിട്ട് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നാലെ എഴുതി നോക്കുക, ബോണ്ട് ഓർഡർ കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഈ ഒരു ടേബിളിൽ തന്നത് തന്നെയാണോ എന്ന് നോക്കണം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റ് ടോപ്പിക് ആണ്, അതായത് VBTയും MOTയും തമ്മിലുള്ള കമ്പാരിസൺ. സോ എന്തൊക്കെയാണ് സിമിലാരിറ്റീസ് എന്ന് നോക്കാം. VBT MOT രണ്ടും ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ക്വാണ്ടം മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ബോത്ത് VBT ആൻഡ് MOT. അതാണ് ഒന്നാമത്തെ പോയിന്റ് ഓഫ് സിമിലാരിറ്റി. ഓക്കെ, പിന്നെ രണ്ടും അറ്റോമിക് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റ്, അതിന്റെ ഇന്ററാക്ഷൻ, അതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ദെൻ രണ്ടും ഫോർമേഷൻ ഓഫ് ബോണ്ട് ആസ് പോസിബിൾ ഓൺ അക്കൗണ്ട് ഓഫ് ഇന്ററാക്ടിങ് ഓവർലാപ്സ് ഓഫ് ദ കൺസേൺ, അതായത് കൺസേണിങ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഇന്ററാക്ഷൻ, വാലൻസ് ബോണ്ടിന്റെ ആ ഒരു ഓവർലാപ്പിംഗ്, ഇതൊക്കെയാണ് ബോണ്ട് ഫോർമേഷന്റെ ബേസ് എന്ന് രണ്ട് തിയറീസിലും പറയുന്നുണ്ട്. ദെൻ രണ്ടിനനുസരിച്ചും കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ബോണ്ട് ഓർബിറ്റൽസ് തരും. പിന്നെ കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പയറബിൾ എനർജി വേണം, സെയിം സിമെട്രി വേണം വിത്ത് റെസ്പെക്ട് ടു മോളിക്കുലർ ആക്സിസ്, അങ്ങനത്തെ കാര്യങ്ങൾ രണ്ട് തിയറീസിലും പറയുന്നുണ്ട്.
Then രണ്ടെണ്ണം അനുസരിച്ചും the bonded state results from a concentration of electron charge density in the internuclear region. അതായത് രണ്ട് ന്യൂക്ലിയസിനിടയിലുള്ള ആ റീജിയണിൽ ഇലക്ട്രോൺ ചാർജ് ഒന്നിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് കാരണമാണ് ബോണ്ടിങ് നടത്തുന്നതെന്നാണ് ഇതിലും പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ട് മെത്തേഡിലും ഒരുപാട് അപ്രോക്സിമേഷൻസ് ഉണ്ട്. ബോത്ത് മേക്ക് യൂസ് ഓഫ് LCO, അതായത് ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന ഒരു അപ്രോക്സിമേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് VBT principally focuses on the role of balanced electrons of atoms in the bonding process so that the atoms that take part in bonding do not lose their identity in the process. VBTയില് നമ്മളെ ബാലൻസ് ഇലക്ട്രോൺസിന്റെ റോള് മാത്രമേ ഈ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ അതിൽ വാലൻസ് ഇലക്ട്രോൺസിന്റെ ബോണ്ട് റോള് മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ MOTയിൽ എന്നുണ്ടെങ്കിലോ ഈ എല്ലാ ഇന്നർ ഇലക്ട്രോൺസ് അറ്റോമിക് ഓർബിറ്റൽസ് വരെ കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസ് ആയിട്ട് മാറുന്നുണ്ട്. ആറ്റത്തിന് അതിന്റെ കംപ്ലീറ്റ് ഐഡന്റിറ്റി ലൂസ് ചെയ്തതിന് ശേഷമാണ് അത് മോളിക്യൂൾ ആയിട്ട് മാറുന്നതെന്നാണ് MOTയിൽ പറയുന്നത്. എന്നാൽ VBT അനുസരിച്ച് ആ ആറ്റംസിന് അതിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഇനി VBT ലോക്കലൈസ്ഡ് ബോണ്ടിങ്ങിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ MOT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലോക്കലൈസിങ് ബോണ്ടിങ്ങിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് പിന്നെ അടുത്ത് വരുന്നത്. പിന്നെ VBT അനുസരിച്ച് മെജോറിറ്റി ഓഫ് കേസിലും ബോണ്ടിങ് റിസൾട്ട്സ് ബിറ്റ്വീൻ ആറ്റംസ് ഫ്രോം ദി ഓവർലാപ്പ് ഓഫ് ദ ഹാഫ് ഫിൽഡ് അറ്റോമിക് ഓർബിറ്റൽ. ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പ് വഴിയാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെന്നാണ് VBTയിൽ പറയുന്നത്. ഓക്കെ, സോ ഹൈബ്രിഡൈസേഷൻ ആ കൺസെപ്റ്റ് ഒക്കെ വരുന്നത് VBTയിലാണ് വരുന്നത്. ഹൈബ്രിഡൈസേഷൻ നടക്കും, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യും. എന്നാൽ MOTയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിക്യൂളിനെ മൊത്തത്തിൽ ഒരു ഹോൾ ആയിട്ടാണ് നമ്മൾ മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുന്നത്. കോമ്പിനേഷൻ ബിറ്റ്വീൻ ദ അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ദ ഇൻവോൾവ്ഡ് ആറ്റംസ് ഒക്കേഴ്സ് ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ദേ ആർ ഹാഫ് ഫിൽഡ് ഓർ കംപ്ലീറ്റ്ലി ഫിൽഡ്. സോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ ഹാഫ് ഫിൽഡ് ആണോ എന്നതൊന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. മോളിക്യൂളിനെ മൊത്തത്തിൽ ഒരു ഹോൾ ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നേരത്തെ VBTയിൽ എന്താ പറഞ്ഞിരുന്നത്, ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള വാലൻസ് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല, ഫിൽഡ് ആണ്, ഹാഫ് ഫിൽഡ് ആണോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണോ അതൊന്നും നോക്കുന്നില്ല. അറ്റോമിക് ഓർബിറ്റൽസ് എല്ലാം കമ്പൈൻ ചെയ്തിട്ട് മോളിക്കുലർ ഓർബിറ്റൽസ് ആയിട്ട് മാറിയാണ് MOTയിൽ ചെയ്യുന്നത്. കമ്പയറബിൾ എനർജി സെയിം സിമെട്രി വേണം എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ VBT പ്രൊവൈഡ്സ് an easily visualized orbital picture of how electrons pairs are shared in a covalent. ഒരു covalent ബോണ്ടിൽ ഇലക്ട്രോൺ പെയർസ് എങ്ങനെയാണ് ഷെയർ ചെയ്തിരിക്കുന്നുള്ളത് ഒരു ഈസി വിഷ്വലൈസേഷൻ വരുന്നുണ്ട് VBT. എന്നാൽ MOT ആണെന്നുണ്ടെങ്കിലോ അത് കുറച്ചുകൂടെ VBTനേക്കാളും കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. പെർട്ടിക്കുലർലി ഫോർ ലാർജ് വലിയ മോളിക്യൂളിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ VBT കുറച്ചും കൂടെ കോംപ്ലക്സ് ആണ്. ഓക്കെ, VBT gives a good description of the directional characteristics of the covalent bond and therefore is ideally suited for explaining the geometries of covalent molecules, and this in turn is very helpful in explaining properties such as stereoisomers. MOC finds limited application in this respect. So ഒരു മോളിക്യൂളിന്റെ ഡയറക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ ജിയോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാനും അതിനും സ്റ്റീരിയോയിസോമറിസം പറയാൻ അതിനൊക്കെ VBT ആണ് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. MOT ഈ ഒരു റെസ്പെക്റ്റില് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് മാത്രമേ MOTക്ക് ഉള്ളൂ. ഓക്കെ, പിന്നെ ഓക്സിജൻ പോലെയുള്ള മോളിക്യൂൾ VBT അതിന്റെ ഇലക്ട്രോണിക് സ്ട്രക്ചറിലും അതിന്റെ മാഗ്നറ്റിക് നേച്ചറിലും ഒക്കെ ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻസ് ആണ് തരുന്നത്. അപ്പോൾ VBT അനുസരിച്ച് മോളിക്കുലർ ഓക്സിജൻ ഡയമാഗ്നറ്റിക് ആവണം. പക്ഷെ ആക്ച്വലി MOTയിലും റിയൽ കേസിലാണെങ്കിലും ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാമാഗ്നറ്റിക് നേച്ചറുള്ള ആളാണ്. സോ MOTക്ക് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. VBTക്ക് അത് കഴിഞ്ഞിട്ടില്ല. സോ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ ഉള്ളത്. അപ്പോൾ നിങ്ങൾ എക്സാം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.